പ്രതികാരത്തിന്റെ പതാക ഇറാൻ ഉയർത്തിക്കഴിഞ്ഞു. ഖോമിലെ ജംഗറാൻ പള്ളിയുടെ താഴ്കക്കുടത്തിന് മുകളിലായി ഇറാൻ ചുവന്ന കൊടി ഉയർത്തിക്കഴിഞ്ഞു. ഷിയ ആചാരപ്രകാരം നീതി, പ്രതികാരം എന്നിവ സൂചിപ്പിക്കുന്നതാണ് ഈ ചുവന്ന കൊടി. രക്തസാക്ഷിത്വം, കൊടിയ അനീതി എന്നിവയുണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം കൊടികൾ സാധാരണ നിലയിൽ പള്ളികൾക്ക് മുകളിൽ ഉയർത്തുന്നത്. സാധാരണമല്ല, അസാധാരണമായി. പശ്ചിമേഷ്യയിൽ സംഘർഷം ഇനിയും രൂക്ഷമാകുമെന്ന സൂചന തന്നെയാണ് ഇത് നൽകുന്നത്. പരമോന്നത നേതാവ് അയത്തുള്ള ഖമനയെ വധിച്ചതിനെതിരെ ഇറാൻ നടത്തിയ തിരിച്ചടിയിൽ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്ന വിവരവും പുറത്ത്. കുവൈത്തിലുള്ള അമേരിക്കൻ ബേസിലെ സൈനികരാണ് ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും GCC രാജ്യങ്ങൾക്ക് നേരെ ആക്രമണവും കടുപ്പിച്ചതോടെ ആകെ കലികയറിയ അവസ്ഥയിലാണ് ട്രംപ്. ഇതോടെ യുദ്ധം മുറുകാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. ഇറാനെതിരായ സൈനിക നടപടിക്ക് 4 ആഴ്ച വരെ സമയം എടുത്തേക്കാമെന്ന് US പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കുന്നു. ഇതൊരു 4 ആഴ്ചത്തെ പ്രക്രിയയാണ്. 4 ആഴ്ചയോളം എടുക്കുമെന്നാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത്. അതൊരു വലിയ രാജ്യമാണ്. 4 ആഴ്ചയോ അതിൽ കുറവോ സമയമെടുക്കും. ബ്രിട്ടീഷ് പത്രമായ ഡെയിലി മെയിലിനോട് ട്രംപ് പ്രതികരിക്കുകയായിരുന്നു. ഇറാനുമായി കൂടുതൽ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ട്രംപ് പറഞ്ഞെങ്കിലും അതുടൻ സംഭവിക്കുമോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. അവർക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചയാണ് നിങ്ങൾ സംസാരിക്കേണ്ടിയിരുന്നത്, ഈ ആഴ്ചയല്ല എന്നും ട്രംപ് പറഞ്ഞു. ഇറാന് നേരെ ചരിത്രത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അതിശക്തമായ സൈനിക നടപടി തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അറിയിച്ചു കഴിഞ്ഞു. ലക്ഷ്യങ്ങൾ പൂർണ്ണമായും കൈവരിക്കുന്നതുവരെ സൈനിക നീക്കം തുടരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കൂടുതൽ അമേരിക്കൻ പൗരന്മാരോ സൈനികരോ വധിക്കപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും ഈ സൈനിക നീക്കം ആത്യന്തികമായി ലോകത്തിന് വലിയ ഗുണം ചെയ്യുമെന്നും ട്രംപ് NBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിലും വ്യക്തമാക്കി. ഇറാന്റെ പരമോന്നത നേതാവിനെയും ഡസൻ കണക്കിന് ഉന്നത ഉദ്യോഗസ്ഥരെയും വധിച്ച സൈനിക നീക്കം നിശ്ചയിച്ച സമയത്തേക്കാൾ വേഗത്തിലാണ് പുരോഗമിക്കുന്നത് എന്ന് ട്രംപ് അവകാശപ്പെട്ടു. കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനികരുടെ രക്തത്തിന് പകരം ചോദിക്കുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന ചില്ലിംഗ് അന്ത്യശാസനമാണ് നൽകിയിരിക്കുന്നത്. അമേരിക്കൻ സേനയ്ക്കെതിരെ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ ഇനി വെച്ചുപൊറിപ്പിക്കില്ല എന്ന് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. നമ്മുടെ വീരന്മാരുടെ ജീവനെടുത്തവർക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയില്ല. ഓരോ ആക്രമണത്തിനും അർഹിക്കുന്ന മറുപടി നൽകിയിരിക്കും. ഇത് വെറുമൊരു മുന്നറിയിപ്പല്ല, നടപ്പിലാക്കാൻ പോകുന്ന തീരുമാനമാണെന്നും ട്രംപ് പറഞ്ഞു. തന്റെ ഭരണത്തിന് കീഴിൽ ഇറാനെ നിലയ്ക്കു നിർത്താമെന്നും അവരുടെ ആണവമോഹങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല എന്നും ട്രംപ് വ്യക്തമാക്കി. ഞാൻ തമാശ പറയുകയല്ല, അവർക്ക് കാര്യങ്ങൾ വ്യക്തമായി അറിയാം. മുൻപ് ഞാൻ കാണിച്ചതിനേക്കാൾ വലിയ കരുത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ അവർ കാണും എന്നും ട്രംപ് പറയുന്നു. മുൻ ഭരണകൂടത്തിന്റെ നയങ്ങൾ ഇറാനെ സാമ്പത്തികമായി സഹായിച്ചുവെന്നും എന്നാൽ താൻ വന്നതോടെ ആ പണമൊഴുക്ക് നിലച്ചുവെന്നും ട്രംപ് അവകാശപ്പെടുന്നു. അമേരിക്കൻ താൽപര്യങ്ങൾക്കും സൈനികർക്കും നേരെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കമുണ്ടായാൽ അതിന് ഇരട്ടി പ്രഹരം നൽകാനാണ് പെന്റഗണിന് നൽകിയിരിക്കുന്ന നിർദ്ദേശമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ട്രംപിന്റെ പ്രസംഗത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മേഖലയിലെ US സൈനിക താവളങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. പുതിയ നേതൃത്വം ചർച്ചയ്ക്ക് സന്നദ്ധ അറിയിച്ചു. ഇറാനിലെ പുതിയ നേതൃത്വം ചർച്ചകൾക്കായി ബന്ധപ്പെടുമെന്നും ട്രംപ് അവകാശപ്പെട്ടു. അവർ ചർച്ചയ്ക്ക് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. താൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ട്രംപ് പറഞ്ഞു. ഇത് അവർക്ക് നേരെ ചെയ്യാമായിരുന്നു, എന്നാൽ അവർ വളരെയധികം കാത്തിരുന്നു. അവർക്ക് കുറച്ചുകൂടി പ്രായോഗികമായ രീതിയിൽ പ്രതികരിക്കാമായിരുന്നു എന്നും ദ അത്ലറ്റിക് മാഗസിൻ നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞു. ഇറാനിലെ വിപ്ലവ ഗാർഡുകളോടും സൈന്യത്തോടും ആയുധം വെച്ച് കീഴടങ്ങാൻ ട്രംപ് ആവശ്യപ്പെട്ടു. സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഇറാനിലെ ദേശസ്നേഹികൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വരണം. നിങ്ങളുടെ രാജ്യം തിരിച്ചുപിടിക്കാനുള്ള നിമിഷമാണിത്. അമേരിക്ക നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് അദ്ദേഹം ഇറാൻ ജനതയോട് ആഹ്വാനം ചെയ്തു. 48 ഇറാനിയൻ നേതാക്കളെ വധിച്ചതായും 9 യുദ്ധക്കപ്പലുകൾ തകർത്തതായും US അവകാശപ്പെട്ടു. ട്രംപ് പുതിയ നേതൃത്വം എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ് എന്നതിൽ വ്യക്തതയില്ല. ഖമേനി കൊല്ലപ്പെട്ടതിന് ശേഷമുള്ള ഇറാനിലെ നേതൃത്വമാണോ അല്ലെങ്കിൽ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന പാവ ഭരണകൂടമാണോ എന്നതിൽ വ്യക്തതയില്ല. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗച്ചി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അറിയിച്ചതായി ഒമാൻ വിദേശകാര്യമന്ത്രിയും അറിയിച്ചിട്ടുണ്ട്. ഒമാന്റെ നേതൃത്വത്തിലാണ് നേരത്തെ US ഇറാൻ സമാധാന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടെയാണ് ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇനി ചർച്ചയ്ക്ക് ആര് മുൻകൈ എടുക്കും എന്നതാണ് പ്രധാനം. ഒമാനും ഖത്തറും ചേർന്നുള്ള മധ്യസ്ഥ നീക്കങ്ങളിലൂടെ നിലവിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്.
അതേസമയം ഇറാൻ പരമോന്നത നേതാവിനെ വധിച്ചതിന് പകരമായി അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ ആക്രമിച്ചതായി ഇറാൻ വിപ്ലവ ഗാർഡ് അവകാശപ്പെട്ടു. എന്നാൽ ഈ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല എന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. ഇതിന് പിന്നാലെ ഇറാൻ പള്ളികളിൽ പ്രതികാരത്തിന്റെ ചുവന്ന കൊടി ഉയർത്തിയിരിക്കുകയാണ്. ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പ്രഹരം അമേരിക്കയ്ക്കും ഇസ്രായേലിനും നൽകുമെന്നാണ് ഇറാന്റെ ഭീഷണി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ, UAE, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ, സൗദി അറേബ്യ, കുവൈത്ത് എന്നിവിടങ്ങളിലായി ഇറാൻ വിശേഷിപ്പിച്ച ഡ്രോണുകളും മിസൈലുകളും പതിച്ചിട്ടുണ്ട്. മേഖലയിലെ അമേരിക്കൻ താവളങ്ങളും കനത്ത ജാഗ്രതയിലാണ്. നേരത്തെ ഇറാൻ തിരിച്ചടിയിൽ 3 US സൈനികർ കൊല്ലപ്പെടുകയും 5 പേർക്ക് ഗുരുതര പരിക്കുകൾ ഏൽക്കുകയും ചെയ്തതായി സ്ഥിരീകരിച്ച അമേരിക്ക നിരവധി പേർക്ക് നിസാര പരിക്കുണ്ടെന്നും മേഖലയിലെ US സൈനിക ആസ്ഥാനം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഗൾഫ് മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണ് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ് അറിയിച്ചിരുന്നു.